ഓരോ മെസ്സേജിന്റെ കൂടെയും ഒരു 10 ഉമ്മയും ഒരു 10 ഹാർട്ടും തരും. അങ്ങനെയൊന്നുമില്ല, വീട്ടിലൊരു കോമൺ മെനു ആണ് ഫുഡിന്റെ കാര്യം വരുമ്പോഴത്തേക്ക്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനാണ് മെസ്സേജ് അയച്ചത്. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോൾ അല്ല, ഈ മീഡിയക്കാർ തന്നെ എന്നെ കൊണ്ട് 4-5 തവണ വിവാഹം കഴിപ്പിച്ച ഒരു ആളായിരുന്നു. അപ്പൊ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു. തീർച്ചയായിട്ടും. അച്ഛന്റെ ഫേവറേറ്റ് ഇമോജി എന്താണ്? ഈ ഫോണിൽ മെസ്സേജസ് വരുമ്പോൾ ഇമോജീസ് വരാറുണ്ട്. അത് ഭയങ്കര ഈസിയാണ്. ഓരോ മെസ്സേജിന്റെ കൂടെയും ഒരു 10 ഉമ്മയും ഒരു 10 ഹാർട്ടും തരും. ഫാമിലി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ പേരെന്താണ്? ഫാം. അത് ഭയങ്കര ആക്റ്റീവ് ആണോ? അമ്മ അതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള. ഇപ്പം എൻ്റെ ചേട്ടൻ്റെ ആയാലും എൻ്റെ ആയാലും വർക്കിൻ്റെ എന്ത് ആർട്ടിക്കിൾ വന്നാലും അച്ഛൻ്റെ എന്ത് ആർട്ടിക്കിൾ വന്നാലും അമ്മ അതെടുത്ത് റീപോസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് അല്ലാതെ നമ്മുടെ ഫാമിലിയിൽ എടുക്കുന്ന ഫോട്ടോയും, പിന്നെ വീട്ടിൽ 2 പട്ടികളുണ്ട്. ചേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഹസ്കി ഉണ്ട്, ബ്ലേഡ്. ആൻഡ് നമ്മൾ രാജപാളയം ഒരാളുണ്ട്, ധീര എന്ന് പറഞ്ഞ്. അവൻ അമ്മയുടെ യങ്ങസ്റ്റ് സണ്ണായിട്ടാണ് ധീരനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അവൻ്റെ ഫോട്ടോസും എല്ലാം അമ്മ ഇടയ്ക്കിടയ്ക്ക് എടുത്തിടും. ഫുഡിന്റെ മെനു ഇന്നത് വേണോ അങ്ങനെ വേണോ ഡിസ്കഷൻസ് ഇതെല്ലാം അതിൻ്റെ ഉള്ളിലാണോ? അങ്ങനെയൊന്നുമില്ല, വീട്ടിലൊരു കോമൺ മെനു ആണ് ഫുഡിന്റെ കാര്യം വരുമ്പോഴത്തേക്ക്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദ്യമില്ല. എല്ലാവർക്കും തികയുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജനറൽ എമൗണ്ട് ഓഫ് ഫുഡ് വരാറുണ്ട്. ലാസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് എന്താണ്? ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ബഫലോ ജെൻഡർ. ഇവിടെ ഇരുന്ന് ചെയ്തതാണ്. വിയേർഡ് സെൽഫി വിത്ത് ഫാമിലി ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സെൽഫി കാണുമോ? പിന്നെ കണ്ടു കഴിയുമ്പോൾ വിയേർഡ് സെൽഫി വിത്ത് വൺ ഫാമിലി മെമ്പർ എനിക്ക് പറയാൻ പറ്റും. അത് ഇപ്പം എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ എടുത്തു തരാൻ പറ്റും. സോറി ബാഗി. ഇത് നമ്മുടെ ഒരു ചേട്ടസ്ഥാനമുള്ള ഒരാളുണ്ട്. അച്ഛൻ്റെ കസിനാണ്. നമ്മൾ അങ്കിൾ എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ എൻ്റെ ചേട്ടനേക്കാൾ 1 വയസ്സ് മൂത്തയാണ്. അഡ്വക്കേറ്റ് വിഷ്ണു കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ മോളുടെ 1st or 2nd ബർത്ത്ഡേക്ക് നമ്മൾ പോയപ്പോഴത്തേക്കും റാൻഡമായിട്ട് ഞാൻ ചേച്ചിയായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. ഏറ്റവും അവസാനം ആർക്കാണ് മെസ്സേജ് അയച്ചത്? എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനാണ് മെസ്സേജ് അയച്ചത്. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോൾ അല്ല, ഈ മീഡിയക്കാർ തന്നെ എന്നെ കൊണ്ട് 4-5 തവണ വിവാഹം കഴിപ്പിച്ച ഒരു ആളായിരുന്നു. അപ്പൊ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ അത് കാണിച്ചു തന്നാലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. മെസ്സേജ് ഒന്നും ഞാൻ കാണിച്ചു തരാൻ പോകുന്നില്ല. ആളെ കാണിച്ചു തരാം. അപ്പം മെസ്സേജ് കാണിച്ചു തന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നതിന് മുന്നേ ശരിക്കും ആളാരാണ്? ശരിക്കും ആളാരാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അവിടെ വെച്ച് നിർത്തുവാണ്. അവിടെ വെച്ച് നിർത്തുവാണ്. അപ്പൊ മെസ്സേജ് കാണിക്കുന്നില്ല, ഉറപ്പിച്ചതാണ്. തീർച്ചയായിട്ടും. അത്രയായല്ലോ, മതി. ഈ വാർത്തയ്ക്ക് പിന്നിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വാർത്ത ഉണ്ടാവുന്നത്? എന്താണ് ഇതിന്റെ മൊത്തത്തിലൊരു കഥ? എൻ്റെ വിവാഹം നടത്താൻ പോകുന്നതിന്റെ വാർത്ത. അതായത് ഞാൻ ഈ നാട്ടിലൊരു എലിജിബിൾ ബാച്ചിലർ ആയിട്ടാണ് മാധ്യമക്കാരെ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. അത് ഞാൻ അനുപമയായിട്ടൊരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് അനുപമയോട് പ്രേമമാണെന്ന് പറഞ്ഞു. അനുപമ പരമേശ്വരൻ ആൾക്ക് ഏറ്റവും നല്ല സുഹൃത്താണ്. സിനിമയിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ മീനാക്ഷി